എല്ലാവർക്കും നമസ്കാരം. വെൽഡൂസിൻ്റെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് 3 BHK അത്യാവശ്യം ബഡ്ജറ്റ് വീട്, നല്ല പ്രീമിയം ക്വാളിറ്റി വീട് നോക്കുന്നവർക്കാണെങ്കിൽ എന്തുകൊണ്ടും അനുയോജ്യമായൊരു വീടാണ് ഈ ഒരു വീട്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് തിരുമല പൊറ്റയിൽ, നമ്മുടെ പ്രാരത്തു നിന്നൊക്കെ നമുക്ക് പൊറ്റയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് വീട് വരുന്നത്. പൊറ്റയിൽ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു 400 മീറ്റർ മാത്രം മാറിയാണ് നമുക്ക് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ചെറിയൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്താണ് വീട് വരുന്നത്. ഈ വീട് ലാൻഡ് ചെയ്യുന്ന 4.25 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 3 വലിയ ബെഡ്റൂമോട് കൂടിയ വീടാണ്. മുറ്റത്ത് നമുക്ക് 2 വലിയ വാഹനം വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. വീടിൻ്റെ മുറ്റത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗാർഡൻ വർക്കുള്ള സ്ഥലം വരുന്നുണ്ട്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 43 ലക്ഷം രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസാണ്. ഈ വില്ലയ്ക്ക് എത്തുന്ന ബാക്കിയുള്ള മിക്ക വീട് നമുക്ക് സോൾഡ് ആയിട്ടുണ്ട്. മിക്ക വീട്ടിൽ നമുക്ക് ആൾ താമസവും വരുന്നുണ്ട്. വീട്ടിൽ കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. വീട് ചുറ്റുള്ള വാസ്തു ബേസ്ഡ് ആയിട്ടാണ്. ദർശനം വന്നിട്ട് കിഴക്ക് ദർശനമാണ്. നമുക്ക് 2 നിലയ്ക്കുള്ള ബേസ്മെൻറ്റും ചെയ്തിട്ടുണ്ട്. വീട്ടിലെ ഫ്രണ്ട് വുഡെല്ലാം വന്നിട്ട് നമുക്ക് പ്ലാവാണ്, ക്ലിയർ പോളിഷ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലൊരു സ്ലൈഡിങ് ഗേറ്റും നമ്മുടെ നോർമൽ ഹോൾഡിംഗ് ഗേറ്റും വരുന്നുണ്ട്. ഫ്രണ്ടിൽ ഫുൾ നമുക്ക് ഇൻ്റർലോക്കാണ് ആഡ് ചെയ്തിട്ടുള്ളത്. വില്ലയ്ക്കകത്ത് വരുന്ന റോഡ് വന്നിട്ട് നമുക്ക് 3.5 മീറ്ററാണ് റോഡിൻ്റെ വീതി വന്നിട്ട് ഫുൾ ടാർഡാണ് വരുന്നത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് വെറും 400 മീറ്റർ മാത്രമേ നമുക്ക് ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. ബസ് റൂട്ടിൽ നമുക്ക് എല്ലാ റൂട്ടിലോട്ടുള്ള ബസ്സും ലഭിക്കുന്നത്. നമ്മുടെ തമ്പാനൂർ, കിഴക്കേക്കോട്ട എല്ലാ റൂട്ടിലുള്ള ബസ്സും നമുക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ നമുക്ക് തിരുമല വരെ പോകാൻ വേണ്ടി 3.5 കിലോമീറ്ററാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട്ടിൽ നിന്നും തമ്പാനൂർ വരെ പോകാൻ വേണ്ടി 9 കിലോമീറ്ററും എയർപോർട്ട് പോകാൻ വേണ്ടി 15 കിലോമീറ്ററാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ടിൽ നമുക്ക് സീലിംഗ് വർക്ക്, 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്, സ്പോട്ട് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ചെവിലെല്ലാം തന്നെ ഗ്ലാഡിംഗ് വർക്ക്, ടെയിൽ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് സിംഗിൾ പാളിയുടെ 2 ഡോറാണ് വരുന്നത്. ഫ്രണ്ട് വുഡെല്ലാം വന്നത് പ്ലാവാണ്, ക്ലിയർ പോളിഷും ചെയ്തിട്ടുണ്ട്. ഹാളും ഡൈനിങ് സെക്ഷൻ നമുക്ക് ഒരുമിച്ചാണ് വരുന്നത്. സീലിംഗ് വർക്ക്, നമുക്ക് ഹാളിൽ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അകത്തെ കളർക്ക് ഉപയോഗിക്കുന്നത് നല്ല ലൈറ്റ് കളറാണ്. സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് സീലിംഗ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഫാൻസി ലൈറ്റുകൾ വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ TV യൂണിറ്റ് ഏരിയ. അത്യാവശ്യം വലിയൊരു TV വരെ ഹോൾഡ് ചെയ്യാൻ പറ്റിയ TV യൂണിറ്റ് ഏരിയയാണ് വരുന്നത്. നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. ടെയിൽ വന്നിട്ട് 4x2 വെട്രിഫൈഡ് ടെയിലാണ്. ഇത് നമ്മുടെ അപ്പോസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഹാളിൽ നമുക്ക് ഡൈനിങ്ങിൻ്റെ ഏരിയ നമുക്ക് സെപ്പറേറ്റ് തിരിക്കാൻ പറ്റും, കബോർഡ് വർക്ക് ചെയ്ത് തിരിക്കാൻ പറ്റും. ഈ കാണുന്നത് നമ്മുടെ വാഷ് ബേസിൻ. ഫിറ്റിങ്സ് ഉപയോഗിക്കുന്നതെല്ലാം സെറയാണ്. അത്യാവശ്യം ചെറിയ രീതിയിൽ സ്റ്റോറേജ് വരുന്നുണ്ട്. വലിയൊരു ഓപ്പൺ കിച്ചണാണ് വരുന്നത്. ഹൗസ് സൈഡ് നമുക്ക് വർക്ക് ചെയ്തെടുക്കാനുള്ള സ്ഥലവും വരുന്നുണ്ട്. കിച്ചണിലും വലിയ രീതിയിലാണ് സ്റ്റോറേജ് വരുന്നത്. ഇവിടെ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. കിച്ചണിലെ ഫിറ്റിങ്സ് എല്ലാം വന്നിട്ട് ബ്രാൻഡ് ഫിറ്റിങ്സ് ആണ്. നമുക്കിനി ഇവിടെ ഫൈനൽ കോട്ട് പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട്. പെയിൻറ്റിങ് എല്ലാം ചെയ്ത് നമ്മുടെ വർക്ക് ഫുള്ളും കംപ്ലീറ്റ് ചെയ്താണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഷെയ്ഡിൻ്റെ മുകളിൽ നമുക്ക് സ്റ്റോറേജ് വരുന്നുണ്ട്. ഫ്ലോർ ടൈൽ വന്നിട്ട് നല്ല ഗ്രിപ്പുള്ള ടൈലാണ് നമുക്ക് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന സ്പേസിലാണ് നമുക്ക് ഫ്രിഡ്ജ് വയ്ക്കാനുള്ള പോയിന്റ് വന്നിട്ട്. ബാക്കിൽ നനകല്ല് വരുന്നുണ്ട്. ടെറസിലോട്ട് വന്ന സ്റ്റെയർ നമുക്ക് ബാക്കിൽ കൂടിയാണ് വരുന്നത്. വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് നമുക്ക് ബാക്കിലാണ് വരുന്നത്. ഹാളിൽ നിന്നും വരുന്ന ഫസ്റ്റ് ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം. നമുക്ക് അകത്തെ ഡോറുകളെല്ലാം പോളിഷാണ് ചെയ്തിട്ടുള്ളത്, മാറ്റ് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 13x10 ബെഡ്റൂമിൻ്റെ സൈസ്. ഇവിടെ നമുക്ക് 3 പാളിയുടെ ഒരു കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. 3 ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റും 3 വാഷ്റൂമിലെ ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. കബോർഡിലൊക്കെ വലിയ രീതിയിലാണ് സ്റ്റോറേജ് വരുന്നത്. നമുക്കിനി ഈ വീട്ടിൽ പെയിൻറ്റിങ് വർക്ക്, നമുക്ക് പെയിൻറ്റിങ് വർക്ക് ഫൈനൽ പെയിൻറ്റിങ് ചെയ്യാനുണ്ട്. ഹൗസ് സൈഡൊക്കെ നമുക്ക് ക്ലീനിങ്ങും വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ വാഷ്റൂം. വലിയൊരു വാഷ്റൂമാണ്. വാഷ്റൂമിലെ ഫിറ്റിങ്സ് എല്ലാം വന്നിട്ട് നമുക്ക് സെറയാണ് വരുന്നത്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. വാഷ്റൂമിലെ ഡോർ ആയിരുന്നാലും നല്ല ക്വാളിറ്റിയുള്ള ഡോറാണ് നമുക്കിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. വയറിങ്ങിന് ഉപയോഗിക്കുന്ന V-ഗാർഡാണ്. സ്വിച്ചെല്ലാം വന്നിട്ട് LISൻ്റെ സ്വിച്ചാണ് വരുന്നത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 14x10 ബെഡ്റൂമിൻ്റെ സൈസ്. ഇവിടെ നമുക്ക് 3 പാളിയുടെ കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഈ ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇൻവെർട്ടറിൻ്റെ പോയിന്റും CCTVയുടെ പോയിന്റും 2 നിലയ്ക്കുള്ള ബേസ്മെൻറ്റും ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം. ഇവിടെ ഫിറ്റിങ്സിന് ഉപയോഗിക്കുന്ന സെറയാണ് വരുന്നത്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. വാഷ്റൂമിലെ ഡോറെല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഡോറാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഹാളിൽ നിന്നും വരുന്നത് നമുക്ക് 3-ാമത്തെ ബെഡ്റൂമാണ്.
ഈ കാണുന്നതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം. ഇത് നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമോട് കൂടിയ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 14x10 ബെഡ്റൂമിൻ്റെ സൈസ്. ഇവിടെ ഈ 3 പാളിയുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഇവിടെ ഫിറ്റിങ്സിന് ഉപയോഗിക്കുന്ന എല്ലാം സെറയാണ്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽ. ഈ വീടിന് നമ്മുടെ തിരുവനന്തപുരത്ത് തിരുമല പൊറ്റയിലാണ് നമുക്ക് വീട് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് നമുക്ക് പാപ്പനംകോട് ഹൈവേ വരെ പോകാൻ 5 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് നമുക്ക് പേയാട് വരെ പോകാൻ 1.5 കിലോമീറ്ററിന് ഡിസ്റ്റൻസ് വരുന്നുണ്ട്. ഈ വീട്ടിൽ നിന്ന് നമുക്ക് തിരുമല പോകാൻ 3 കിലോമീറ്ററും ഈ വീട്ടിൽ നിന്നും തമ്പാനൂർ പോകാൻ 9 കിലോമീറ്ററും ഈ വീട്ടിൽ നിന്ന് എയർപോർട്ട് പോകാൻ വേണ്ടി നമുക്ക് 14 കിലോമീറ്ററുമാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട് ലാൻഡ് ചെയ്യുന്ന 4.25 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 3 ബെഡ്റൂം വരുന്നുണ്ട്. വീട് ചുറ്റുള്ള വാസ്തു ബേസ്ഡായിട്ടാണ് കിഴക്ക് ദർശനമാണ് വരുന്നത്. ഈ വീടിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 43 ലക്ഷം രൂപയാണ്. ഇത് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ്. വീട്ടിൽ നമുക്ക് 90% നമ്മൾ ഹോം ലോൺ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. ഈ വീടിൻ്റെ ഡീറ്റെയിലോ ഈ വീട് കാണാനോ താല്പര്യമുള്ളവർക്ക് താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അടുത്ത എന്തായാലും പുതിയൊരു വില്ല പ്രോജക്റ്റായിട്ട് കാണും വരെ എല്ലാവർക്കും ബൈ.